നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം ക്രിസ്മസ് ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ബൈബിളിൽ ആദ്യമായിട്ട് ചെയ്ത പാപം എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഹവ്വ ചെയ്ത പാപമാണ്. അതായത് പാമ്പ് ഹവ്വയോട് പറയും വിലക്കപ്പെട്ട കനി കഴിക്കാൻ പറയും. അപ്പോൾ ഹവ്വ വിലക്കപ്പെട്ട കനി എടുത്ത് കഴിക്കുന്നു. കനി പറിച്ച് കഴിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ ഒരു പങ്ക് ആദം വരുമ്പോൾ ആദത്തിനും കഴിക്കാൻ കൊടുക്കും. അപ്പോൾ ആദമും അത് വാങ്ങി കഴിക്കുന്നു. അപ്പോൾ ദൈവം തമ്പുരാൻ ചോദിക്കുക എന്തിനാ ഇത് കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഈ ഹവ്വ പറയും പാമ്പ് പറഞ്ഞു കഴിക്കാൻ പറഞ്ഞു, ഞാൻ കഴിച്ചു. ഈ ആദം പറയും ഹവ്വ എനിക്ക് തന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചു എന്ന് പറയും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോ പറയേണ്ട ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കും. ചില സമയത്ത് മാക്സിമം നമ്മൾ ആ സിറ്റുവേഷൻ, ആ മൊമെൻറ്റ് എൻജോയ് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ ഈ ലോകത്തിൽ വന്നു എന്നാൽ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം, എല്ലാ സാഹചര്യങ്ങളിൽ കൂടെ ഒന്നും വിലക്കപ്പെട്ട സാഹചര്യങ്ങളിൽ കൂടെയും നമുക്ക് കടന്നു പോകാൻ ചില സമയത്ത് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ പാപം നമ്മുടെ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ചില കാര്യങ്ങൾ, വിലക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പോയി അവിടെ ദൈവം പറഞ്ഞു നമ്മളോട് നോ പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ നോ ആയിരിക്കണം. നമ്മൾ മനുഷ്യരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കാരണവശാലും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ള കുറേ ആൾക്കാർ പറയുന്നു വാ നമുക്കവിടെ പോകാം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അവിടെ പോകേണ്ട കാര്യമില്ല. നമ്മൾ നോ പറയേണ്ട സാഹചര്യങ്ങളെല്ലാം നമ്മൾ നോ പറയണം. നമ്മളുടെ ജീവിതത്തിൽ ഇമ്പ്രസ് ചെയ്യേണ്ട ഒരേ ഒരാൾ നമ്മുടെ ദൈവം തമ്പുരാനാണ്. ദൈവം തമ്പുരാനെ ഒഴികെ ഈ ലോകത്തിൽ ആരെയും നമ്മൾ ഇമ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ക്രിസ്മസിനും ആവശ്യത്തിന് മാത്രം നിങ്ങൾ എൻജോയ് ചെയ്യുക. നമ്മളൊരു ദോഷം വരുന്ന രീതിയിൽ, നമ്മുടെ ലൈഫിന് ദോഷം വരുന്ന ഒരു രീതിയിലും ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ പോകാതിരിക്കട്ടെ. എല്ലാവർക്കും വളരെയധികം സമാധാനവും സന്തോഷവും തരുന്ന ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു.